Hello dear students, welcome to Physics Technos. Kerala PSC Polytechnic Lecture Electronics syllabus analog circuits question ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. Question ഇതാണ്: For the ideal operation amplifier circuit short, the voltage gain V0 by VA equal to. ഒരു ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ തന്നിട്ടുണ്ട്. അവിടെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ഡിഫറെന്റ് റെസിസ്റ്റർ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്സ് ഉണ്ട്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ magnitude of the gain V0 divided by VIR. Since the feedback circuit having many voltage divider network, നമുക്ക് directly എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, the voltage gain directly ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. Therefore ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഓരോ ഇന്റർമീഡിയറ്റ് നോഡിലുള്ള വോൾട്ടേജ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. ആ ഇന്റർമീഡിയറ്റ് നോഡ് വോൾട്ടേജിൽ നിന്ന് മാത്രമേ ഡയറക്ട്ലി നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് V0 ഡിവൈഡഡ് ബൈ VI ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡയറക്ട്ലി ഒരു ഇക്വേഷൻ എഴുതിയാൽ there is two unknowns V1 and V2. Therefore ഡയറക്ട്ലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. Therefore ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇന്റർമീഡിയറ്റ് നോഡ് വോൾട്ടേജ് V1 and V2 ഫൈൻഡ് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് the given operation amplifier is ideal operation amplifier ആണെന്ന് തന്നിട്ടുണ്ട്. Therefore ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്താണ്. By using the virtual ground concept, automatically this node voltage എന്തായിട്ട് മാറും, 0 വോൾട്ട് ആയിട്ട് മാറും. Therefore ഈ നോഡ് വോൾട്ടേജിൽ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം, ദ അൺനോൺ വോൾട്ടേജ് V1 ഫൈൻഡ് ചെയ്യാം. Therefore ഈ നോഡിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു all the currents are going out of the node എന്ന് അസ്യൂം ചെയ്യുന്നു. Therefore ആ നോഡിൽ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇക്വേഷൻ എഴുതാം 0 മൈനസ് VI divided by R equal to R plus 0 minus V1 divided by R equal to എന്തായിരിക്കും, 0 ആയിരിക്കും. Therefore നമുക്ക് പറയാം V1 equal to negative of VI ആയിരിക്കും. ഞാൻ അസ്യൂം ചെയ്യുന്നു അത് ഇക്വേഷൻ 1 ആണെന്ന് അസ്യൂം ചെയ്തു. Similarly the intermediate node V2 കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ നോഡില് again ഈ നോഡിലോ അല്ലെങ്കിൽ ഈ നോഡിലോ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം, the magnitude of V1 and V2 അല്ലെങ്കിൽ V1 V2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ നോഡിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു all the currents are going out of the node എന്ന് അസ്യൂം ചെയ്തു. ഈ നോഡിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു all the currents are going out of the node എന്ന് അസ്യൂം ചെയ്യുന്നു. Therefore എനിക്ക് പറയാം V2 minus V0 divided by R, V2 minus V0 divided by R plus V2 divided by the resistance R plus V2 minus V1 divided by R equal to എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ഇക്വേഷൻ നമുക്ക് എന്താ അറിഞ്ഞൂടാ, the unknown voltage V2 അറിഞ്ഞൂടാ. Therefore again ഈ ഇന്റർമീഡിയറ്റ് നോഡിൽ എന്ത് ഫൈൻഡ് ചെയ്യണം, V2 in terms of V1 ഫൈൻഡ് ചെയ്യണം. കാരണം ഫസ്റ്റ് ഇക്വേഷനിൽ V1 എന്തുമായിട്ട് റിലേറ്റ് ചെയ്തു, VI ആയിട്ട് റിലേറ്റ് ചെയ്തു. Therefore ഈ ഇക്വേഷൻ നമ്മുടെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം, the relationship between V1 and V2 from this node ഫൈൻഡ് ചെയ്താൽ നമുക്ക് പറയാം ആ പർട്ടിക്കുലർ നോഡിലെ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്താൽ all the currents are going out of the node കൺസിഡർ ചെയ്താൽ നമുക്ക് പറയാം V1 divided by R plus V1 minus 0 divided by R plus ഇവിടുത്തെ അടുത്ത കറണ്ട് എന്തായിരിക്കും, V1 minus V2 divided by R ആയിരിക്കും. Therefore from this equation നമുക്ക് കിട്ടും, നമുക്ക് പറയാം the value of the current, the value of the voltage V2 equal to എന്തായിട്ട് മാറും, 3 times V1 ആയിട്ട് മാറും, which is equal to എന്തായിരിക്കും, if the V1 is negative of V ആണെങ്കിൽ V2 equal to എന്തായിരിക്കും, negative of 3 times VI ആയിരിക്കും. ഇതിനെ ഞാൻ ഇക്വേഷൻ 3 അസ്യൂം ചെയ്തു. ഇവിടെ ഇക്വേഷൻ 2 എന്ത് ചെയ്യുന്നു, V0യും V1 and V2 തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു. Therefore V1 and V2 in terms of VI ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ in terms of V0 and VI ആയിട്ട് കൺസിഡർ ചെയ്യും. Therefore ഈ ഇക്വേഷനെ again സോൾവ് ചെയ്യുന്നു by applying ഇക്വേഷൻ 1 and 3. ഇവിടെ ഇക്വേഷൻ 1 and 3 അപ്ലൈ ചെയ്താൽ നമുക്ക് പറയാം minus 3 times VI minus V0. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. Therefore ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. Therefore minus 3 times VI minus V0, again V2 equal to minus 3 times VI ആണ്. V2 minus V1 എന്തായിട്ട് മാറും, minus 3 times VI minus V1 equal to negative of VI ആണ്. Therefore എന്തായിട്ട് മാറും, plus VI ആയിട്ട് മാറും, which is equal to 0 ആയിരിക്കും.
ഇവിടെ നമുക്ക് 3 ടൈംസ് വി ഐ 3 ടൈംസ് വി ഐ 3 ടൈംസ് വി ഐ പ്ലസ് വി ഐ എന്തായിട്ട് മാറും മൈനസ് 8 ടൈംസ് വി ഐ ആയിട്ട് മാറും. Therefore നമുക്ക് പറയാം V0 ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് 8 ടൈംസ് വി ഐ ആയിരിക്കും. Therefore V0 ഡിവൈഡഡ് ബൈ വി ഐ ഈക്വൽ ടു എന്തായിരിക്കും നെഗറ്റീവ് ഓഫ് 8 ആയിരിക്കും. Therefore the gain of the given circuit V0 divided by VI equal to the option C minus 8 ആയിരിക്കും ആൻസർ.